അവനൊക്കെ ആളെ തിരിഞ്ഞ കിഴക്കേ തുറക്കാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് ആളെയാണ് വൈകുന്നേരം കിഴക്കേ തുറമ്പോട് വന്ന് കത്തിച്ച് ചാമ്പലാക്കണം.
ആം റിയലി വണ്ടറിംഗ്. ഹെഡ്ക്വാർട്ടേഴ്സിൽ കിടന്ന് ഞാൻ അറിഞ്ഞിട്ടും ആ സ്ഥലത്തെ SIക്കോ CIക്കോ ASPക്കോ ഈ സംഭവം മുൻകൂട്ടി അറിയാനോ ഞാൻ അറിയിച്ച ഉടൻ തന്നെ സംഭവ സ്ഥലത്തെത്തി ഫലപ്രദമായി അത് നേരിടാനോ കഴിഞ്ഞിട്ടില്ല. സോറി സർ, സാർ ഇപ്പോൾ പരാമർശിച്ച ഞങ്ങൾ 3 പേരും ഈ സംഭവത്തിൽ അനാസ്ഥ കാട്ടിയിട്ടില്ല. സാർ ഹെഡ്ക്വാർട്ടേഴ്സിൽ സുഖനിധിയിലായിരുന്ന സമയത്തും ഞങ്ങൾ 3 ആളും ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് ഫലം ഉണ്ടായിരുന്നു? ഫലം ഉണ്ടാകാതിരുന്നതിന് കാരണം വ്യക്തമല്ലേ സർ? ഓക്കെ പോസ്റ്റ്മോർട്ടം അല്ല ഇപ്പോൾ ആവശ്യം, സ്ഥിതിഗതികളാണ് എനിക്ക് അറിയേണ്ടത്. സർ, 2 കൂട്ടരുടെയും കേസും കൗണ്ടർ കേസും എടുത്തിട്ടുണ്ട്. പിന്നെ എന്റെ ബലമായ വിശ്വാസം ഈ ക്ലാഷിന്റെ കാരണം 2 തുറക്കാരും അല്ലെന്നുള്ളതാണ്. പിന്നെ താനായിരുന്നോ പോയി തീ വെച്ചത്? സർ, കുടിലുകൾക്ക് തീ വെച്ചതും തമ്മിൽ തല്ലിയത് അവരായിരിക്കാം. പക്ഷേ എന്തോന്ന് പച്ചയിടൂ, കാലാകാലങ്ങളായി തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്ന അവന്മാരുടെ മനഃശാസ്ത്രവും ആ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രവും തനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഭൂമിശാസ്ത്രവും മനഃശാസ്ത്രവും ജന്തുശാസ്ത്രവും ഒന്നും പഠിക്കാതെ തന്നെ അല്പം കോമൺ സെൻസോടെ ചിന്തിച്ചാൽ ആർക്കും കാര്യങ്ങൾ മനസ്സിലാകാവുന്നേ ഉള്ളൂ. സ്റ്റോപ്പ് ബ്ലഡി നോൺസെൻസ്. പ്ലീസ് കം ടു ദി മാറ്റർ. നിങ്ങൾ കാര്യം പറയൂ. യെസ് പ്ലീസ്. സിറ്റ് ഡൗൺ പ്ലീസ്. മിസ്റ്റർ സനൽ, ഈ കേസിന്റെ ക്ലിയർ റൂട്ട് എന്താണ്? ആരേത് തുറയിലാണ് ആദ്യം തീവച്ചത്? സർ, FIR അനുസരിച്ച് പടിഞ്ഞാറെ തുറയിലാണ് ആദ്യം തീവെപ്പ് നടന്നത്. നമ്മുടെ സ്പെഷ്യൽ ഓപ്പറേഷനിൽ നിന്നും ഞങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാനായിരുന്നില്ലേ ഈ തീവെപ്പ്? യെസ് പോസിബിൾ. അങ്ങനെയോ ആയിക്കൂടെ മിസ്റ്റർ ശേഖരൻ തമ്പി? അല്ല, അത് പിന്നെ ഇൻ കേസ് അത് ശരിയാണെങ്കിൽ കിഴക്കേ തുറന്നൊരു പാപ്പച്ചനുണ്ട്, ഒരു സ്രാവ് പാപ്പച്ചൻ. അവരെ പൊക്കിയെല്ലാം വ്യക്തമല്ലേ? അവന്റെ മകനൊരുത്തൻ 4-5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു സബ് ഇൻസ്പെക്ടറെ ആ ഹാർബർ ഏരിയയിലെ കോളേജിൽ നടന്ന സംഘർഷത്തിൽ കുത്തി കൊലപ്പെടുത്തിയിട്ട് ഒളിവിൽ പോയിട്ടുണ്ട്. യെസ്, ഐ നോ ദാറ്റ് കേസ്. പക്ഷെ ആ പ്രതി ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളതിന് തെളിവൊന്നുമില്ലാതെ നമ്മൾ ആ ഫയൽ ക്ലോസ് ചെയ്ത പോലെയല്ലേ? ആയിരിക്കാം. പക്ഷെ ഞാൻ റൂറൽ SP ആയിരുന്ന സമയത്ത് അവരേതോ തീവ്രവാദി സംഘടനയുടെ പ്രവർത്തകരായി സംസ്ഥാനത്തിന് പുറത്ത് ജീവിച്ചിരിപ്പുണ്ടെന്ന് നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. താനാദ്യം ആ പാപ്പച്ചനെ കസ്റ്റഡി എടുക്കണം സർ. അപ്പൊ കാര്യങ്ങൾക്കൊക്കെ തെളിവുണ്ടാവും. സർ. ഏതായാലും നാളെ കൃത്യമായ റിപ്പോർട്ട് CM-ന് കൊടുക്കണം. സർ. ഓക്കെ. സാർ വരുന്നില്ലേ? താൻ ചെന്ന് അവനെ പൊക്കിയെടുത്തോണ്ട് പോരെ. അവനെങ്ങനെ പൊക്കത്തില്ല സാറേ, അവൻ സ്രാവാ, കൊമ്പ സ്രാവ്. പോയി തൂക്കിയെടുത്തോളൂ. കുഞ്ഞുവാവക്കേ എന്താ മുത്തേ? പോലീസ് വന്നിരിക്കണ്. പോലീസോ? പാപ്പത്തില്ലേ ഇവിടെ? ഡാഡിച്ചൻ ഐസ് ഫാക്ടറിയിലേക്ക് പോയിരിക്കാ. നിന്റെ പേരെന്തുവാ? കുഞ്ഞുവാവ. കുഞ്ഞുവാവയോ? അല്ല റാണി. അല്ല റാണി, നല്ല പേര്. അല്ല റാണി അല്ല, വെറും റാണി. ഓ റാണി. മോളെ പ്രാണി അല്ല, മോളെ റാണി, നിന്റെ അപ്പൻ എപ്പോഴാ ഐസ് ഫാക്ടറിയിലേക്ക് പോയത്? കുറച്ചു നേരമായി. കുറച്ച് നേരത്തെ വന്നാ മതിയായിരുന്നു. അയ്യോ ഓടി വരണേ, എന്റെ കൊച്ചിനെ കൊല്ലാൻ പോന്നെ. അമ്മച്ചി, എന്താ അമ്മച്ചി ഇത്? മോളെ ഓടിക്കോ, കൊല്ലും. ഇത്തരത്തമ്മ നിന്നെ കൊല്ലും. ഇല്ല അമ്മച്ചിയ, ഒന്നുമില്ല അമ്മച്ചി. അവര് ഡാഡിച്ചനെ അന്വേഷിച്ച് വന്നതാ. എന്റെ കുഞ്ഞിനെ നിങ്ങൾ എന്ത് ചെയ്തു? എന്റെ തണ്ണി പോലെ നിങ്ങൾ എന്ത് ചെയ്തെന്ന്? ഏത് തണ്ണി? എന്ത് തണ്ണി? എപ്പ തണ്ണി? ഏത് തണ്ണീന്നോ? കുഷ്ഠമാരോ? നിങ്ങൾ തല്ലി ചോദിച്ചു കൊണ്ടുപോയ എന്റെ തണ്ണി പോലെ നിങ്ങൾ എന്ത് ചെയ്തെന്ന്? അവനെ കൊന്നോ? കൊന്നു തിന്നോന്ന്? എന്റെ മാതാവേ! എന്റെ തണ്ണിമോനെ കൊന്നോമാര്. എന്റെ തണ്ണിമോൻ. എനിക്ക് വയ്യ എന്റെ മാതാവേ. എന്റെ ചിന്താത്ര മാതാവേ, ഞാൻ ഈ കാണുന്നത് ഈ കറയിൽ എന്നും ചെലുത്താൻ എന്റെ വിളയാട്ടമാ. അഹമ്മദ് കാണിക്കരുത് കേട്ടാ. എന്താണ് കിടന്ന് കീറണത്? നിങ്ങളുടെ സ്വഭാവം മാറ്റുവേ. ഒറ്റ ഡപ്പം വെച്ചാണ്ടല്ല. എന്താണക്കാ? അന്നംകുട്ടി മതനെ അകത്തേന്ന് സ്വല്പ നേരം കേടാ. കുഞ്ഞുവാവ എന്തായാലും നോക്കി നിൽക്കണത്. അമ്മച്ചി അകത്തോണ്ട് പോയി കിടത്തി. ലില്ലി, ഈ ചെല്ലടി അമ്മച്ചി. ഞാൻ ഇയാളുമായിട്ടും സംസാരിക്കട്ടെ. കാര്യം എന്തായിരുന്നു? ഈ തള്ള പോയില്ലല്ലേ? കണ്ടില്ലേ നങ്കൂറിട്ടിരിക്കണത്? കപ്പടി പോകാറായില്ലേ? അകത്തോട്ടോ പുറത്തോട്ടോ കെട്ടി അടിക്കി. നീ പോടാകാല. പാവങ്ങളാ, വിവരം കുറവ് കൊണ്ടീന. അന്നംകുട്ടി മതനെയും മകൻ പോയ പിന്നെ കാക്കി കണ്ട അരപ്പരി വട്ടാണ്. ആട്ടെ, സാറെന്തിനാണ് വന്നത്? ഇപ്പോഴാ ഉയിര് നേരെ വീണത്. മനുഷ്യന്റെ ആണിയിളകിയാൽ പോക്കാണല്ലേ. മാതാ, നിന്റെ കൂട്ടുകാരുടെ പാപ്പച്ചൻ. എന്തായാലും സാറേ, പ്രശ്നം വല്ലതും ഉണ്ടാ? ഈ തുറയിൽ നടന്ന തീവപ്പിനെ കുറിച്ചും കത്തിക്കുത്തിനെ കുറിച്ചും ചോദ്യം ചെയ്യാൻ വേണ്ടിയാ. അതിന് ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലേ. തൂത്തുക്കുടി വന്നിട്ട് 2 മണിക്കൂറിലായുള്ളൂ. വന്ന പാടെ സ്രാവ് ഐസ് ഫാക്ടറി പോയിരിക്കുകയാണ്. ഓഹോ, എന്നാൽ ചോദ്യം ചെയ്യാൻ വേണ്ടി ASP വിളിച്ചെന്ന് പറയണം. പറയണം കേട്ടോ.
ഇവിടെ അകത്തുണ്ട്. എവിടെ വരി 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 വരി. പശുവിന് ജനം വന്നപ്പോ കറ്റി കിടക്കണ പട്ടിക്ക് കിടക്കാൻ മേലെന്നായി. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. വരി കാര്യം പറ. ഭാരതത്തിൽ തുറയിൽ പോലീസ് ഉണ്ടാക്കി. പോലീസോ? ആ പെരിച്ചായി വർഗീസില്ലേ, ഇൻസ്പെക്ടറും SI ഒക്കെ ഉണ്ടായിരുന്നു. കാര്യം എന്തായിരുന്നു ഞാൻ കേട്ടപ്പോ ASP കുമ്പാരി ഒന്ന് കാണണമെന്ന് പറഞ്ഞു. തീവപ്പ് നടന്നെടുത്ത് മുതലാളിയുടെയും പേര് പറഞ്ഞു കേൾക്കണുണ്ട്. കുമ്പാരി വാ. നിങ്ങളെ പണി നോക്ക്. ഞാനപ്പത്തെ നീങ്ക പള്ളി ചെന്നിട്ട് അത് അച്ഛൻ കിട്ട വിഷയത്തെ സൊല്ലുങ്ക. അതൊന്നും വേണ്ട. അത് വേണം. കുമ്പാരി വേണം. നീ പോയി സൊല്ലുങ്ക. ആ കേട്ടിട്ട് പോട്ടെ. ആ സ്റ്റോപ്പ് ഇറ്റ്. നീ സത്യം പറയല്ലേ? മാതാവിനാണ് ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. സാർ എന്റെ വിശ്വാസം. ഞങ്ങളുടെ കണ്ണി പൊടിയിട്ട് ഇവിടെ കലാപം ഉണ്ടാക്കാൻ ഏർപ്പാട് ചെയ്തിട്ട് നീ തൂത്തുക്കുടിക്ക് പോയി അല്ലേ? എല്ലാം കഴിഞ്ഞ ശേഷം ഒന്നും അറിയാത്തതിനെ പോലെ തിരിച്ചു വരികയും ചെയ്തു. നിന്റെ മകൻ സണ്ണിയല്ലേ മുഖ്യ കണ്ണി? എന്താ സണ്ണി നിന്റെ മകനല്ലേ? സണ്ണി എന്നൊരു മോൻ എനിക്കുണ്ടായിരുന്നു. അവനെ കുറിച്ചെല്ലാം ഞാൻ സാറിനോട് പറഞ്ഞു കഴിഞ്ഞു. അവൻ തൂത്തുക്കുടിയിൽ എവിടെ താമസം? സാറേ, ഒരു മകനുണ്ടായിരുന്ന കാര്യം മറക്കാൻ ശ്രമിക്കുന്നവരാണ് ഞാനും എന്റെ ഭാര്യ. ആ പെറ്റ തള്ളയുടെ അവസ്ഥയെ കുറിച്ച് അവിടെ വന്ന ഏമാന്മാരോട് ചോദിച്ചാൽ സാറിന് മനസ്സിലാവും. ആ ശരി, തന്നെ ഞാൻ തൽക്കാലം വിശ്വസിക്കാം. ഓ തപ്പിക്കോ. ആ ഇവിടെ തന്റെ കൂട്ടുകാരുടെ അടുത്തല്ലേ? ഉണ്ട്, മാത്തൻ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. മുക്കിലിട്ട് വന്നപ്പോ ആന പോലത്തെ ഒരു സാധനം. എന്റെ പൊന്ന് സാറന്മാരെ അല്ല ചെയ്തിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കോപിച്ചടി നിന്റെ പേരെന്താ? മാത്തൻ. വെറും മാത്തൻ? മുക്കിളി മാത്തൻ. എന്ത് കിളി? മുക്കിളി. പണ്ട് കടലിൽ മുങ്ങി മുക്കിളിയിട്ട് ചിപ്പിവാരിലായിരുന്നു പണി. അതുകൊണ്ട് നാട്ടുകാരിട്ട പേരാ മുക്കിളി മാത്തന്ന്. അതുപോലെ ഇയാൾക്കൊണ്ടൊരു പേര്, ഇരട്ടപ്പേര് സ്രാവ്. ഒറ്റയ്ക്ക് ചാളത്തടിയിൽ അങ്ങ് കടലിൽ പോയിട്ട് വലിയ കൊമ്പൻ സ്രാവിനെ പിടിച്ചോണ്ട് വരുമായിരുന്നു. നിന്നോട് ഈ കാര്യം ചോദിച്ചോ? ഇല്ല, ചോദിച്ചില്ല, ഞാൻ പറഞ്ഞില്ല. നീയുടെ മകനെ അവസാനമായിട്ട് എന്താ കണ്ടത്? ഇന്ന് കാലത്ത് കണ്ടേ. വാ, എവിടെ വെച്ച്? ഇയാളുടെ വീട്ടിൽ വെച്ച് ഇന്ന് കാലത്ത് കണ്ടത്. ഒരു മുഴുത്ത ഫോട്ടോ തൂക്കിട്ടിരിക്കുന്നത് കണ്ടതല്ലേ? മോന്റെ ഫോട്ടോ കണ്ട എനിക്ക് ജീവനുള്ളത് പോലെ തോന്നും. വാ ഇങ്ങനെ സമനില തെറ്റരുത്. ആരൊക്കെ മറന്നാലും നമ്മുടെ മോനെ കുറിച്ച് എനിക്ക് ദുഃഖമില്ലെന്നാണ്. കരയാതെ. നമ്മ എത്രയൊക്കെ മോഹിച്ചാലും മാതാവ് ഓരോന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതേ നടക്കൂ. വിധിച്ചതല്ലേ അനുഭവിക്കാൻ യോഗമുണ്ടാവും. ഇന്നും മരുന്നൊക്കെ കഴിച്ചു എന്നെ കുട്ടിക്കൊച്ചേ. നീ പലപ്പോഴും മരുന്ന് മുടക്കുന്നുണ്ട്. അതാ പോലീസിനെ കണ്ടപ്പോ തന്റെ മുഖം കണ്ടിട്ട് ചോറ് തിന്നാൻ തോന്നുന്നില്ല. ആ, ഇത് രാവിലെ മുത്തിനുള്ളത്. ഇന്ന് ഡാഡിച്ചന്റെ കൂട്ടത്തിലെ കിടന്നുറങ്ങത്തുള്ളെന്ന് പറഞ്ഞ ഇവിടെ കിടന്നത്. കുറച്ചു മുമ്പാണ് ലില്ലി വന്ന് എടുത്തോണ്ട് പോയത്. കുഞ്ഞുവാവ് ഉറങ്ങിയോ? നല്ല ഉറക്ക. ആണോ? എന്നാ വാ വിളിക്ക്. നീ ഇതൊരു ഉറങ്ങിയില്ലേ? നിന്നെ ഞാൻ കുമ്പാരി തുടങ്ങി നിന്നെ നിന്നെ ഞാൻ ഇടിച്ചു കൊല്ലേ. എന്നാ നീ ഒരു കാര്യം ഇറങ്ങി പോ. നീ ചാവോ? നീ ചാകരുത്. നീ ചത്താൽ ഞാൻ കൊല്ലും. എന്താ കുമ്പാരി ഇത്? ഈ പയല് വെള്ളങ്ങള് പോറ്റിയാല് ഇവിടെ തന്തപ്പഴത്തേക്കാളും കലപ്പല് തന്നെ. എന്താ കുമ്പാരി പ്രശ്നം? ഇവളെന്റെ തള്ള, ഇവളെന്റെ ഭാര്യ. നോ മിസ്റ്റേക്ക് കംപ്ലീറ്റ്. ഇവളെന്റെ ഭാര്യ, ഇതെന്റെ തള്ള.
ഈ തള്ളക്ക് ഞാൻ ഒരു കുപ്പി കള്ള് കൊടുക്കുന്നതില് ഈ പുല്ലത്തിനാണ് പറയുന്നത്. ഓ തന്റെ കാര്യം കൂടി ഞാൻ തോറ്റു. ആട്ടെ തള്ളക്ക് കൊണ്ടുവന്ന കള്ളെന്തിയെ? കള്ള ആ എന്തൊരു നോക്കി നിക്കണത്? തള്ളക്ക് വേണമെങ്കിൽ എടുത്ത് മോന്തി. എനിക്ക് വേണ്ട, നിന്റെ തത്തയ്ക്ക് കൊണ്ട് കൊടുക്കും. എവിടെ? സിമത്തേരിയില്ല, അതോ സ്വർഗത്തില്ല? അയാള് നരകത്തിലേ കാണൂ. എവിടെ വേണേലും കൊണ്ട് കൊടുക്കും. എന്റെ അമ്മച്ചി ആ കള്ളം കുടിച്ചിട്ട് വല്ലതും വാരത്തിന് കിടന്നുറങ്ങാൻ നോക്ക്. ചെല്ലേ ഈ കള്ള് മോന്തടി. എനിക്ക് വേണ്ട, മോന്തടി കള്ളി. എനിക്ക് വേണ്ട. അല്ല, ഇതാളെന്റെ അപ്പൻ, ഇത് എന്റെ തള്ള. അപ്പൻ എന്റെ മക്കളെ. മോന്തിക്കേട്ടാ. പാടി പൂപ്പം. എന്റെ കുമ്പാരി, ഈ ഒച്ചയും ബഹളമൊക്കെ അവസാനിപ്പിക്കേണ്ട സമയമായില്ലേ? തനിക്ക് തന്നോളം വളർന്നൊരു മകനുള്ള കാര്യം മറക്കണ്ട. മോൻ വന്നിട്ടില്ല കുമ്പാരി, അതല്ലേ എനിക്ക് ഇത്ര ധൈര്യം. ഓ എന്നാ ഞങ്ങള് പോവാ. എന്നെ കുട്ടി കൊച്ചേ വാ. ചായ? കുമ്പാരി ചായ കുടിച്ചിട്ട് പോവാ. അപ്പച്ചാ, ബൂം. അപ്പച്ചാ, എന്തോ